ഇപ്പോൾ ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നീതി ചോദിച്ച് തെരുവിലിറങ്ങിയ രാജ്യത്തെ യുവത്വത്തിന് മേലാണ് ഇന്ന് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സ്വന്തം ഭാവിക്ക് വേണ്ടി പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയാണ് പോലീസുകാർ മൃഗീയമായി തല്ലിച്ചതച്ചത്. മാസങ്ങളോളം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും കാരണം തങ്ങളുടെ അധ്വാനം വെള്ളത്തിലായപ്പോൾ അധികൃതരിൽ നിന്ന് നീതി ലഭിക്കാതെ വന്നപ്പോഴാണ് ആ പാവം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ നിർബന്ധിതരായത്. എന്നാൽ അവർക്ക് ലഭിച്ച മറുപടി എന്താണ്? ചർച്ചകൾക്ക് തയ്യാറാകുന്നതിനു പകരം, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുന്നതിനു പകരം പോലീസിനെ ഉപയോഗിച്ച് അവരെ തല്ലി ഓടിക്കുകയാണ് ഭരണകൂടം ചെയ്തത്. സമാധാനപരമായി പ്രതിഷേധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഈ രാജ്യത്തെ ഓരോ പൗരനും ഭരണഘടന നൽകുന്ന മൗലികാവകാശമുണ്ട്. ആ ഭരണഘടനാപരമായ അവകാശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് പോലീസ് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തപ്പോൾ അനീതിക്കെതിരെ സംസാരിക്കുന്നവരുടെ മേൽ ലാത്തി വീശുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളല്ല, ഈ രാജ്യത്തെ കുട്ടികളുടെ ഭാവി വഞ്ചിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെയാണ് പോലീസ് പിടികൂടേണ്ടത്. ലാത്തി ചാർജ് കൊണ്ട് ഭീഷണി കൊണ്ടും വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താമെന്ന് ആരും കരുതേണ്ട. ജനാധിപത്യത്തെയും ഭരണഘടനയെയും തകർക്കുന്ന ഇത്തരം പോലീസ് അതിക്രമങ്ങൾക്കെതിരെ നാം ഓരോരുത്തരും ഉറക്കെ ശബ്ദമുയർത്തിയേ മതിയാകൂ. നീതിക്ക് വേണ്ടി പോരാടി തെരുവിൽ തല്ലുവാങ്ങിയ ആ വിദ്യാർത്ഥികൾക്കൊപ്പമായിരിക്കും ഇനി ഞാൻ. നിങ്ങളും ആ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകണം. ഇത് നമുക്ക് വേണ്ടിയാകണം.